തിരുവനന്തപുരം ഡെങ്കിപ്പനി ഭീതിയിലാണ്. ജില്ലയിലെ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ആരോഗ്യവകുപ്പ്. 21 കൊതുകിന്റെ ഹോട്ട്സ്പോട്ടുകൾ ഉള്ളത്. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുകയാണ്. സ്റ്റെഫിൻ, പനി ഇങ്ങനെ പടർന്നു പിടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഡെങ്കിപ്പനി ആയിക്കോട്ടെ, എന്ത് പകർച്ചവ്യാധികളാണെങ്കിൽ പോലും. പക്ഷേ എല്ലാ വർഷവും നമ്മൾ സ്വീകരിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്രതിരോധം അത് ഉണ്ടായിട്ടുണ്ടോ ഇത്തവണ എന്നുള്ളത് അല്പം സംശയമുള്ള കാര്യമാണ് എന്നതിൽ തർക്കമൊന്നുമില്ല. ഇപ്പോൾ ഡെങ്കിപ്പനിയുമായി ബന്ധപ്പെട്ട ജില്ലയിൽ എത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്? എങ്ങനെയാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ? അക്ഷയ, വലിയ രീതിയിൽ ഇങ്ങനെ പകർച്ചവ്യാധി ഭീഷണി ഉയർന്നു വരുന്ന സ്ഥിതിയാണ് ഓരോ ദിവസവും കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയിൽ 21 ഹോട്ട്സ്പോട്ടുകൾ. അതിൽ നഗരപ്രദേശം തന്നെ നോക്കിക്കഴിഞ്ഞാൽ വട്ടിയൂർക്കാവ്, നേമം, ചെട്ടിവിളാകം, പാങ്ങപ്പാറ, വേളി, മുട്ടട, തൃക്കണ്ണാപുരം, നന്ദൻകോട്, ആറ്റുകാൽ, പൂന്തുറ, ഫോർട്ട് തുടങ്ങിയതാണ് ഹോട്ട്സ്പോട്ടുകൾ. ഇവിടെയെല്ലാം പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അതിനാണിപ്പോൾ ആരോഗ്യവകുപ്പ് മുൻകൈ എടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ചും മറ്റ് സ്ഥലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പുത്തൻതോപ്പ്, കരകുളം, വെള്ളറട, കുന്നത്തുകാൽ, പുല്ലുവിള, കോട്ടുകാൽ, കല്ലറ, ബാലരാമപുരം, തോന്നയ്ക്കൽ ഈ നഗരപ്രദേശത്തിന് പുറത്തുള്ള സ്ഥലങ്ങൾ ഇതൊക്കെയാണ്. ഇവിടേക്കാണ് അതിജാഗ്രത ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഡ്രൈ ഡേ ആചരിക്കുക, അതായത് കൊതുവിനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക, മുൻകരുതൽ സ്വീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഏതായാലും ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ചും കുറേ ദിവസത്തെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പനി ബാധിതരായ ആശുപത്രിയിലേക്ക് എത്തുന്നവരുടെ ആളുകളുടെ എണ്ണം അത് കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ചും 10,000-കണക്കിന് പേരാണ് ഓരോ ദിവസവും പനി ബാധിച്ച ആശുപത്രികളിലേക്ക് എത്തുന്നത്. സംസ്ഥാനത്തെ ഒട്ടാകെ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ അതാണ്. ഏറ്റവും കൂടുതൽ പനിബാധിതരുള്ളത് മലപ്പുറം ജില്ലയിലാണ്. അതുകൊണ്ട് തന്നെ ഒരു ജാഗ്രത ഈ പകർച്ചവ്യാധിയുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ടതുണ്ട്.